ഫ്രണ്ട്സേ, ധന്യാണേ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു ദിവസം അവിടെ എത്തിയിരിക്കുകയാണല്ലേ. ആവേശത്തോടെയും ആത്മീയദാഹത്തോടെയും നമ്മളെല്ലാവരും കാത്തിരുന്ന ആ പുണ്യ റമദാനിലെ ആ ഒരു ദിവസം നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളിലേക്ക് ആ ഒരു ദിവസം എത്തിച്ചേർന്നിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ച പോലെ തന്നെ ലൈലത്തുൽ ഖദർ എന്ന ആ പുണ്യ രാവിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. കാരണം ആകാശത്തിൻ്റെ വാതിൽ തുറക്കപ്പെടാനും അതുപോലെ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാനുമായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകുന്ന ഒരു ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിൻ്റെ ഈ ഒരു രാവ് അല്ലേ. അപ്പോൾ അള്ളാഹു തൻ്റെ അടിമകളോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്ന ഒരു രാത്രി കൂടിയാണ് ഈ ഒരു ലൈലത്തുൽ ഖദർ എന്ന ഈ ഒരു രാവ്. ശരിക്കും പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നമ്മൾ ആ രാത്രിയിൽ ലൈലത്തുൽ ഖദർ എന്ന ആ രാവിൻ്റെ മഹത്വത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായും അതിനൊരു ആ ഒരു പ്രാർത്ഥന അള്ളാഹു കേൾക്കുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണം. ഒരുപാട് പ്രയാസങ്ങളുണ്ട്, കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. മാസങ്ങളെക്കാൾ പുണ്യമായ രാത്രിയാണ് ഈ ഒരു ലൈലത്തുൽ ഖദറിൻ്റെ ഈ ഒരു രാത്രി അല്ലെങ്കിൽ ഈ ഒരു രാവ്. അത് ശരിക്കും പറഞ്ഞാൽ കാത്തിരുന്ന് ശരിക്കും അത്രയും മാനസികമായി നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നിമിഷം നമ്മൾ തന്നെ സ്വയം അറിയാതെ വിങ്ങിപ്പൊട്ടുന്ന ഒരു ദിവസവും കൂടിയാണ്. ശരിക്കും പ്രാർത്ഥനയിൽ അത്രയും ലയിച്ചു പോയ ആളുകൾക്ക് അങ്ങനെയൊക്കെ ആവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ഒരു പുണ്യ രാവിൻ്റെ മഹത്വം എന്നേക്കാൾ നിങ്ങൾക്കേറെ അറിയുന്ന ആളുകളാണ്. പക്ഷേ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടുകയും ഹൃദയത്തിൻ്റെ കറകൾ ഇല്ലായ്മ ചെയ്യുകയും അതേപോലെ തന്നെ ആകാശത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും ചെയ്യണം നമ്മൾക്ക് മുന്നിൽ. അപ്പോൾ നമുക്ക് കണ്ണീരോടെ പ്രാർത്ഥിച്ചാലാണ് അതിനൊരു ഫലം കിട്ടുകയുള്ളൂ. നിങ്ങൾ എന്തായാലും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ശാരീരികപരമായിട്ടും പിന്നെ എന്താ പറയുക, സാമ്പത്തികപരമായിട്ടും ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നതെന്ന് അറിയില്ലല്ലോ. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ചില ആളുകൾ അതിനെ പരിഹസിക്കുന്നു. ഈ ഒരു ചെവി കൂടെ കെട്ടി മറ്റൊരു ചെവി കൂടെ ഞാനത് വിടുന്നു. പിന്നെ നമ്മൾക്ക് പറയാനും കേൾക്കാനും ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവം തന്നെ ആയിരിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം നമ്മൾ എത്രത്തോളം മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്കുള്ള ചിലപ്പോൾ ദൂരം കൂടുതലാണെങ്കിലും ഒരു ദിവസം നമുക്ക് അതിനുള്ള എളുപ്പമാർഗം അവർ കാണിച്ചു തരും. ആ ഒരു വിശ്വാസത്തിലൂടെ തന്നെയാണ് ഞാനിപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കുറച്ച് ബാലൻസായി, 10-15 ചോറ് ബാലൻസായി, 10 ചോറേ പോയിട്ടുള്ളൂ. ഉണ്ണിയപ്പം ഇല്ല. മൊത്തത്തിലാകെ ഇടങ്ങാറായിപ്പോയി. കാരണം ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നിങ്ങൾക്കറിയാലോ, ഡെയിലി അടവുകൾ, ബാങ്ക് അടവ്, ലോൺ അടവ് പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ്. പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ തളരാതെ ഇച്ഛാശക്തിയോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകണമെന്നും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മളറിയാതെ തളർന്നു പോവുകയാണ്. എന്തായാലും ഈ ഒരു രാവിൻ്റെ മഹത്വത്തിൻ്റെ ആ ഒരു പുണ്യം കൊണ്ട് എല്ലാ പ്രയാസങ്ങളും തീരട്ടെ എന്നും അതിൻ്റെ ഒപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കുടുംബത്തിനും നല്ലത് മാത്രം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നു. നന്ദി, നമസ്കാരം.